അമ്മ കഴിച്ച സോനെ? ഇല്ല ഇന്ദ്രേട്ട, അമ്മ വാശിയില്ല. ഇതുവരെ ഇവിടെ നിന്ന് കുടിവെള്ളം ഇറക്കിയിട്ടില്ല. അമ്മ കഴിക്കാത്തോണ്ട് പ്രതിഭയൊന്നും കഴിച്ചിട്ടില്ല. അതെന്താ നീ ഒന്നും കഴിക്കാത്തെ? ഞാൻ കാരണമല്ലേ അമ്മ. ആ, വായി തോന്നിയത് വിളിച്ചു പറയുമ്പോ ഓർക്കണമായിരുന്നു. നീ നിന്റെ അച്ഛനെ വിളിച്ച് ചോദിച്ചു നോക്ക്, അമ്മ ഹാർട്ട് അറ്റാക്ക് അഭിനയിച്ചതിന് വല്ല തെളിവുണ്ടോന്ന്. ഓഹ് എടാ, വീണ്ടും അതിന്റെ പുറകെ പോയി പാട് മാന്തി പൊണ്ണാക്കണ്ട. നീ അമ്മ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്ക്. എന്റെ വയറ്റിലെ ജീവന്റെ തുടിപ്പിന് അമ്മ കുറ്റപ്പെടുത്തിയതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാനതൊക്കെ സഹിക്കുമായിരുന്നു. ഏട്ടൻ കഴിക്ക്, ഞാനൊന്ന് അമ്മയെ കണ്ടിട്ട് വരാം. കഴിക്കേട്ടാ, വരട്ടെ. കഴിക്കേട്ടാ. അവൻ അമ്മയെ കൂട്ടിക്കൊണ്ട് വരുവാണെങ്കിൽ ഒരുമിച്ച് കഴിക്കാം. അമ്മേ, അമ്മ എന്താ ആഹാരം കഴിക്കാൻ വരാത്തത്? നിന്റെ അമ്മയ്ക്ക് ഒറ്റ വാക്കേ സത്യ. ഒന്നുകിലേ നിന്റെ ഭാര്യ ഞാൻ പറയുന്നതനുസരിക്കണം, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് അവള് പറഞ്ഞ അപവാദത്തിന് തെളിവ് വേണം. എന്റെ അമ്മയെ പ്രതിഭയുടെ വായിൽ നിന്ന് അബദ്ധത്തിൽ ഒരു വാക്ക് വീണു പോയതിനാണോ? അതിന് ഇത്രയ്ക്കൊക്കെ വേണോ? ഈ ഒരു തവണ അമ്മയ്ക്ക് അവളോട് ക്ഷമിച്ചൂടെ? അബദ്ധത്തിൽ വീണുപോയ വാക്കോ? അവക്ക് എന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യത്തിന് വേണ്ടി അവളുടെ അച്ഛനൊരു ഊഹത്തിൽ പറഞ്ഞുണ്ടാക്കിയ കഥയാ ഇത്. അതെങ്ങനെ അമ്മയ്ക്കറിയാം? അമ്മ സുധനങ്ങളെ കണ്ടോ? പിന്നെ കാണാതെ എന്നെ കുത്താൻ വന്ന ഞാൻ പിന്നെ നോക്കി നിൽക്കൂടാ? ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല സത്യ. എനിക്കെതിരെ ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിച്ച നിന്റെ ഭാര്യയ്ക്ക് ഇനി ഇവിടെ എന്റെ മരുമകളായിട്ട് കഴിയണമെങ്കിലേ ഈ പ്രഗ്നൻസി അവള് വേണ്ടെന്ന് വെക്കണം. അമ്മേ, അതമ്മയുടെ മകന്റെ കുഞ്ഞല്ലേ? ഓ, നീ എന്നെ ഒന്ന് വിശ്വസിക്ക് സത്യ. എടാ, നിനക്ക് ഇപ്പോഴൊരു കുഞ്ഞ് ജനിക്കാനുള്ള സമയമായിട്ടില്ല. ദേ, നിന്റെ അമ്മ ഇവിടെ പട്ടിണി കിടന്ന് ചാവണ്ടെന്നുണ്ടെങ്കിൽ നീ അവള് ഞാൻ പറയുന്ന അനുസരിച്ചേ പറ്റൂ. ശരി, എന്തായാലും എന്റെ അമ്മയെ ഞാൻ മരിക്കാൻ വിടില്ല. എന്താ ചെയ്യാൻ പറ്റുന്നത് ഞാനൊന്ന് നോക്കട്ടെ. അമ്മ പറഞ്ഞത് കേട്ട് കാണുമല്ലോ. നീ ഊണ് കഴിച്ച് വേഗം റെഡിയാവും. നമുക്കൊരിടം വരെ പോകാനുണ്ട്. എവിടെ സത്യയുടെ പ്രതിഭയും കൊണ്ട് പോകുന്നേ? വാ, കഴിക്കുമ്പോൾ പറയാം. എല്ലാം എത്ര പെട്ടെന്ന് ഏട്ട കൈവിട്ടു പോയത്. ചീരു തിരിച്ചു വന്ന ശേഷം ഈ വീട് വീണ്ടും ഒരു ജീവൻ വെച്ച് വരികയായിരുന്നു. ഈ കുഞ്ഞുങ്ങൾക്ക് അമ്മ അടുത്തുള്ളപ്പോ എന്തൊരു സന്തോഷായിരുന്നു. എല്ലാം അവസാനിച്ചു. അങ്ങനെ നിരാശപ്പെടല്ലേ ലതികെ. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ലെന്ന് കരുതിയ ജീവിതമല്ലേ നമ്മുടെ പ്രാർത്ഥനയും ഇടപെടലും കൊണ്ട് വിനയനെ തിരിച്ചു കിട്ടിയത്. അത് കൈവിട്ടു പോകാതിരിക്കാൻ അവനൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ തകർച്ചയ്ക്ക് മുഴുവൻ അവനല്ലേ ഏട്ട കാരണക്കാരൻ. ഏട്ടനെ പോലും അവൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നോക്കിയില്ലേ. ഇനി എന്റെ മകനില് എനിക്കൊരു പ്രതീക്ഷയുമില്ല. അങ്ങനെയല്ല ലതികെ. ചീരുവിന്റെ വയറ്റിൽ വളരുന്നത് ഒരു ആൺകുഞ്ഞാണെന്നുള്ള വിശ്വാസത്തിലാ വിനയൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ആ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയെങ്കിലും അവൻ ചീരുവായി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവും. അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ ഏട്ടാ? വിനയം വീണ്ടും ഒരു നാടകം കളിക്കാൻ തയ്യാറായാലും ചീരു ഇനി അവനെ വിശ്വസിച്ച് തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ അത്രയ്ക്കും അടുത്തിട്ടാവില്ലേ രാത്രിയിൽ ആരും കാണാതെ പോയത്. അതൊക്കെ ശരി തന്നെ. എന്നാലും ചീരുവിന്റെ ഉള്ളില് തന്റെ കുഞ്ഞുങ്ങളും കുടുംബവും എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ട്. വിനയൻ തന്റെ ഭർത്താവും തന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനുമാണെന്ന ആദരവും ബഹുമാനവും അവൾ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുമുണ്ട്. വിനയൻ നന്ദി കെട്ടവനാണെന്ന് ഞാൻ പറഞ്ഞപ്പോ വിനയന് പെട്ടെന്നെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നിയതിന്റെ ടെൻഷനായിരിക്കും എന്ന് പറഞ്ഞ് ചീരു അവനെ ന്യായീകരിച്ചത് നിനക്ക് ഓർമ്മയില്ലേ ലതികെ? പെണ്ണിന്റെ മനസ്സ് അങ്ങനെയായിട്ടാ. ഭൂമിയോളം സഹിക്കാനും ക്ഷമിക്കാനും ഒരു നല്ല പെണ്ണിനെ കഴിയൂ. അവളത് പറഞ്ഞു തീരുമ്പോഴേക്കും അവൻ കേറി വന്ന് ചീരുവിന്റെ മനസ്സിനും ശരീരത്തിനും പരിക്കേൽപ്പിച്ചില്ലേട്ടാ. എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാവുന്ന ചിന്ത കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ
ചീരു ഈ കുഞ്ഞുങ്ങൾ ഇവിടെ നിർത്തി ഇറങ്ങി പോവില്ല. ഈ പൊന്നു മക്കളെ അത്രയ്ക്ക് ജീവൻ അവൾക്ക്. മോളെ മക്കളെ, അമ്മയുടെ പൊന്നു മക്കളെ, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. അനു ദേ അമ്മയടുത്തേക്ക് വാ. കരയുന്നു. മോളെ മക്കളെ, ഞാൻ വിചാരിച്ചു ഞാൻ പോയതിന്റെ ദേഷ്യം അയാളുടെ മക്കളോട് തീർത്ത് കാണുമെന്ന്. എന്താ മോളെ നീ പറയുന്നേ? ഞങ്ങൾ ഇവിടെ ജീവനോടെ ഇരിക്കുമ്പോ ഈ കുഞ്ഞുങ്ങളെ തൊടാൻ വിനയന് ഞങ്ങൾ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്റെ 2 മക്കളെ ഒക്കെ തിരുത്തി പറക്കുമായിരുന്നു. ഇവരെ രക്ഷിച്ച ശേഷമേ ഞാൻ എന്റെ വയറ്റിലുള്ളതിനെ പറ്റി ആലോചിക്കും. വിനയൻ ഇവിടെ ഇല്ലേ ലംബോദര? ഇല്ല, പുറത്തു പോയിരിക്കുക. ഇപ്പൊ വരുമായിരിക്കും. എന്നാ വാ മാഷെ, അകത്തിരിക്കാം. എന്തിനാച്ച നമ്മൾ ഇനി വീണ്ടും അകത്തേക്ക് കയറുന്നേ? എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് കിട്ടി. ഇനി അയാൾ വരുന്നതിന് മുമ്പേ നമുക്ക് ഇവിടുന്ന് പോവാച്ച. അങ്ങനെ പേടിച്ചോടേണ്ട കാര്യമൊന്നുമില്ല മോളെ. നിനക്ക് ഇവിടുന്ന് എടുക്കാനുള്ളതൊക്കെ നീ അകത്ത് കയറി എടുത്തോ. അപ്പോഴേക്കും അവൻ വരട്ടെ. അവനോട് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ, കേട്ടോ? നിങ്ങളോട് ഞങ്ങൾക്കാർക്കും ഒരു വിരോധമില്ല. പക്ഷെ നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ നിലനിന്നിരുന്ന ബന്ധം ഇതോടെ തീരാൻ പോവാ. ചേച്ചി വാ, നമുക്ക് അത്യാവശ്യമുള്ളത് പാക്ക് ചെയ്തെടുക്കാം. മാഷ് മോളെയും കൂട്ടി വരുന്നത് കണ്ടപ്പോ ഞങ്ങൾക്ക് വീണ്ടും ഒരു പ്രതീക്ഷയായിരുന്നു.